ഹായ് കൂട്ടുകാരെ, വളരെ സ്വാദിഷ്ടമായതും വളരെ എളുപ്പം തയ്യാറാക്കുന്ന വിധമുള്ള കൊത്താതെ കൊത്തു പൊറോട്ട വീട്ടിലെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. പോകാം വീഡിയോയിലേക്ക്. അതിനാവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 2 പെറോട്ട, 2 മുട്ട, രമ്പയില, മല്ലിയില, മുളക്, തക്കാളി, ഉള്ളി, ഇഞ്ചി. അപ്പൊ നമുക്ക് ഇതിനെല്ലാം കട്ട് ചെയ്തെടുക്കാം. നമുക്കിതിനെല്ലാം ഇങ്ങനെ കൂട്ടിപ്പിടിച്ച് ഇങ്ങനെ ഇങ്ങനെ കെട്ടിയെടുക്കാം. അപ്പൊ ചിക്കൻ വച്ച പാത്രത്തിലാണ് ഞങ്ങളിന്ന് കൊത്തു പൊറോട്ട ഉണ്ടാക്കാൻ പോകുന്നത്. ഇതുപോലെ വെക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആണ്. നിങ്ങളും അങ്ങനെ വച്ച് നോക്കണേ. ഇതുപോലെ വെക്കുന്നതിന്റെ ഗുണമാണ് ഞങ്ങൾ ഈ ഓയില് അധികം വേണ്ടി വരത്തില്ല. ചൂടായ പാത്രത്തിലേക്ക് കുറച്ച് ഗ്രേവി ഒഴിക്കണേ. ഇതിലോട്ട് നമുക്ക് ഇനി 2 മുട്ട പൊട്ടിച്ചിടാം. ഇത് നമുക്ക് നന്നായി ചിക്കി എടുക്കാം കേട്ടോ. ഈ ഗ്രേവി ഇടാണ്ട് ഈ മുട്ട ഇങ്ങനെ വെന്ത് നല്ല വരണ്ട് വരുമ്പോൾ നല്ല മണം വരും. നല്ല മണം വരുന്നുണ്ട് കേട്ടോ. ഇതിലേക്ക് നമ്മൾ നേരത്തെ ചെറുതായി അരിഞ്ഞു വെച്ച ഉള്ളി, തക്കാളി, മുളക് ഇതെല്ലാം ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. കണ്ടോ, ഇപ്പൊ നല്ല രസമായി വന്നിട്ടുണ്ട്. കണ്ടോ, ഈ ഒരു പരുവായി വരുമ്പോൾ നമുക്ക് ഇതിലോട്ടേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. നമ്മൾ നല്ല കുഞ്ഞു കുഞ്ഞു പീസാക്കിയതാണ്. ഇനി നമുക്കിതിലോട്ട് ഞങ്ങൾ നേരത്തെ കുഞ്ഞു കുഞ്ഞു പീസാക്കി വെച്ച കൊത്തി വെച്ച നമ്മുടെ പൊറോട്ട വെച്ചിരുന്ന ഗ്രേവിയും കൂടെ അങ്ങ് മൊത്തം തുടങ്ങി.
സൂപ്പർ. ഞങ്ങൾ നേരത്തെ ചിക്കൻ ഉണ്ടാക്കിയ പാത്രത്തിലാണ് കൊത്തു പൊറോട്ട ഉണ്ടാക്കിയത്. അതുകൊണ്ട് നല്ല സ്വാദാട്ടോ ഇതിന്. നിങ്ങൾ ഇതേപോലെ ഉണ്ടാക്കുമ്പോ ചിക്കൻ വെച്ചുണ്ടാക്കിയ പാത്രത്തിൽ വെച്ച് ഉണ്ടാക്കണേ, നല്ല ടേസ്റ്റാ. ഇടയ്ക്ക് അവരെ കണ്ടപ്പോ ഞാൻ എടുത്ത് എന്തോ പറഞ്ഞോന്നറിയാം. ഇപ്പൊ കരിഞ്ഞു വരും മുട്ട.